தமிழ்ல പറഞ്ഞ ஆமணக்கு, மலையாளத்தை പറഞ്ഞ ஆவணக்கு. ஆவணக்கு இதுல பச்சை தண்டு உள்ளது ஒரு வெரைட்டி உண்டு. பச்சை தண்டு உள்ளது ஒரு வெரைட்டி உண்டு. இதுவே காய் சிறிதாയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ട്രഡീഷണൽ വെറൈറ്റിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തമ്പാറയിലാണ്. ഇവിടുത്തെ സയന്റിസ്റ്റും ഇവിടുത്തെ ഹെഡുമായിട്ടുള്ള മാരിമുത്തു സാറ് നമ്മോടൊപ്പം ഉണ്ട്. സാറേ, ഇത് എന്ത് ചെടിയാ? എല്ലാവർക്കും നമസ്കാരം. ഇത് ஆவணக்கான, அதாவது கேஸ்டர் ஆமணக்கு செடி. தமிழ்ல പറഞ്ഞ ஆமணக்கு, மலையாளத்தை പറഞ്ഞ ஆவணக்கு. ஆவணக்கு இதுல பச்சை தண்டு உள்ளது ஒரு வெரைட்டி உண்டு. பச்சை தண்டு உள்ளது ஒரு வெரைட்டி உண்டு. இதுவே காய் சிறிதாയിട്ടുള്ള ஒரு வெரைட்டிയാണ്. இது ட்ரெடிஷனல் வெரைட்டிയാണ്. இதுல நல்ல பிங்க் கலர், டார்க் பிங்க் கலர்ல உள்ள ஒரு வெரைட்டி உண்டு, ஒன்று உண்டு. இன்னும் பச்சை தண்டு உள்ளது ஒரு வெரைட்டி உண்டு. அதுபோல இதுக்கு கேஸ்டருக்கு ஒரு ரிசர்ச் சென்டரே உண்டு தமிழ்நாட்டுல. சேலம் டிஸ்ட்ரிக்ட்ல ஏத்தாப்பூர்னு പറഞ്ഞ് ஆவணக்கு ரிசர்ச் ஸ்டேஷனே உண்டு. അവിടെ ഹൈബ്രിഡ് ഏത്താപ്പൂർ കാസ്റ്റർ ഹൈബ്രിഡ് 2-3 വരെ ഇനങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് അത് ഞാനും വീട്ടിലെ എൻ്റെ കൃഷിയിലേക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു ഷാർട്ട് ഡ്യൂറേഷനിലേ കിട്ടും. അത് ഇത്ര ഹൈറ്റേ വരത്തുള്ളൂ, കൂടുതൽ ഹൈറ്റ് വരത്തില്ല. അപ്പൊ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആവണക്ക് ചെടികൾ തന്നെ കാണാൻ പറ്റുന്ന ഇതോടെ ഉപയോഗം പറഞ്ഞാൽ ഇതോടെ വിത്ത് എടുത്ത് ഉണക്കി പൊടിച്ച് നേരോട്ടും ഉപയോഗിക്കാം, നേരോട്ട് കൃഷിക്ക് ഉപയോഗിക്കാം. ഇല്ല ഇത് വിത്ത് എടുത്ത് എണ്ണയായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് എണ്ണയെ വേറെ പർപ്പസ്ക്ക് ഉപയോഗിക്കാം. അതോടെ പിണ്ണാക്ക് വന്നിട്ട് നിമാവറ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നല്ല പിണ്ണാക്കാണ്. ഏതെല്ലാം വിളകൾക്ക് ഉപയോഗിക്കാം? ഇത് ഞങ്ങൾ ചെറിയ ഉള്ളിയിൽ എല്ലാத்துக்கும் ഉപയോഗിക്കും. ഞങ്ങളുടെ നാട്ടിലെ ചെറിയ ഉള്ളി തൊട്ട് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം. ഇവിടെ ഏലத்துக்கு മാക്സിമം കൂട്ടു പിണ്ണാക്ക് ഉണ്ടാക്കുന്നതിൽ പ്രധാന കാമ്പണന്റ് ആണ് ഇത്. നിമാവേറ കൺട്രോൾ ചെയ്യാനൊക്കെ, വേർപുഴു കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള നല്ല സാധനമാണ്. 8 കൂട്ടം പിണ്ണാക്ക് എന്നൊക്കെ പറയുന്നതിനകത്ത് ഇതിനകത്ത് ഉണ്ട്. 8 കൂട്ടം പിണ്ണാക്കിന്റെ ആവശ്യമില്ല. ബട്ട് இதுதான் அதுல இதுவும் வேப்ப பிண்ணாக்கு தானே பிரதானமாയിട്ട് நிற்கிறது. மற்ற பிண்ணாக்கெல்லாம் കുറച്ചുകൂടെ അഡീഷണൽ കാമ്പൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. വേപ്പിൻ പിണ്ണാക്കും ഉണ്ടല്ലേ? അതെ, വേപ്പൻ പിണ്ണാക്കും ഉണ്ട്. ഇത് ആവണക്ക് പിണ്ണാക്കും. ഇതും വേർപുഴു കൺട്രോൾ ചെയ്യും. പ്ലസ് അതുപോലൊപ്പം ഇത് നിമാവേറ കൺട്രോൾ ചെയ്യുന്ന സാധനം. ബട്ട് ഇതിലിருந்து എടുക്കുന്ന എണ്ണ, അത് എണ്ണയെ ആദ്യം തിളപ്പിക്കും. ചെക്കിലിருந்து വരുന്ന എണ്ണയെ ആദ്യം തിളപ്പിക്കും. തിളപ്പിച്ച് ഒരു നല്ല பருதியில நல்ல ஒரு ஸ்டேஜ்ல அதுல இருந்து முழுல வரன ஒரு ஃபேட் போல உள்ளதெல்லாம் டெபாசிட்ல ஒரு ஃபேட் டெபாசிட் போல இங்க பொங்கி வரும். அதெல்லாம் ஒன்றும் ஃபோம் போல வரும். அந்த நுர போல ஃபோம் போல வரும். அதெல்லாம் களைஞ்சிட்டு ஒரு ரைட் ஸ்டேஜ்ல அதை எண்ணெயை மாற்றி உபயோகிக்கும். எண்ணெயை எடுத்து நம்மளோட சரீரம், ஈவன் நம்ம முடி வளரானும், முடி கருத்து போகணும், பின்ன அதுபோல நமக்கு இன்டெஸ்டைன் கிளியரன்ஸுக்கு நமக்கு കൊടുക്കണം. പിന്നെ ബോഡി ഹീറ്റ് കൺട്രോൾ ആകുന്നതും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം എണ്ണയെ. അത് ശരി. അപ്പൊ കാർഷിക ആവശ്യങ്ങൾ, ഈവൻ നാച്ചുറൽ മെഡിസിൻ ആയിട്ട് ഡിസെൻട്രി ആയിട്ട് ഉപയോഗിക്കുന്ന 2 സ്പൂൺ വെച്ചാൽ നോർമൽ ഡിസെൻട്രി. വയറിളകണ കൊടുത്തു വെച്ചാൽ ഡിസെൻട്രി കഴിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു സാധനമാണ്. എന്തായാലും നല്ല ഒരു ക്രോപ്പാണ്, വിലപ്പെട്ട. അതുപോലെ ഇതോടെ ലീഫ് കേറ്റൽ ഫീഡ് ആയിട്ടും കൊടുക്കാം. ബട്ട് ഒരേ ഒരു പ്രോബ്ലം என்னன்னா ഇതിൽ ബാക്ക് സൈഡിൽ ആഷ് കണ്ടന്റ് പോലെ ഒരു ഇത് കാണും. അപ്പൊ ഇത് കുറച്ചേ കൊടുക്കണം. ഇല്ലെങ്കിൽ വെയിലിൽ ഉണക്കിയിട്ട് കൊടുത്താൽ ഇത് ആട്ടുക്ക് നല്ല തീറ്റ, ആടിന് കൊടുക്കാം. ബട്ട് ഇതിൽ ചെറിയ ചെറിയ കീടങ്ങൾ കാണും. അപ്പൊ അത് ഒന്നും ഇങ്ങനെ തറയിൽ അടിച്ചിട്ട് പിന്നെ ലൈറ്റാ വെയിലിൽ ഉണക്കിയിട്ട് ഒരു വിതറിങ് പോലെ ലൈറ്റാ ഒരു ഉണക്കം കൊടുത്തിട്ട് അത് കടിച്ച് കൊടുത്താൽ ഒന്നും ആകത്തില്ല. ആട്ടുക്ക് തീറ്റയായിട്ടും കൊടുക്കാൻ. ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ കർഷകർ എത്തിക്കഴിയുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സസ്യജാലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവസരം ഒരുക്കുന്നുണ്ട്. മാരിമുത്തു സാറിന് ഒരുപാട് നന്ദി. നമസ്കാരം.